ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സംഗീത ക്ലാസ് ഉണ്ട്, അതിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്, വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാൻ പോയിട്ട്, കാരണം എനിക്ക് ശ്വാസം മുട്ടൊക്കെ കാരണം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. വണ്ടി വരാൻ ബോറടിച്ചപ്പോൾ അവിടെ ഇങ്ങനത്തെ പുല്ലാരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് വെറുതെ എടുത്ത് ഇങ്ങനെ നമ്മൾ പുഴുവിനൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്ത് ബോറടിച്ചപ്പോൾ വണ്ടി വരുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ അത്. ആ വഴീൻ്റെ വക്കിന് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ, ഓട്ടോ വെയിറ്റ് ചെയ്തിട്ട്. സംഗീത ക്ലാസ് പോയി വന്നതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ പോയിട്ട് വരാവേ. അപ്പോൾ നമുക്കൊരു ഉപ്പേരിക്കുള്ള കോവയ്ക്കൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വള്ളിയൊക്കെ മുറിച്ചിട്ട് തെഴുത്ത് വരുന്ന ഭാഗം നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഉപ്പേരി വയ്ക്കാനുള്ള വീണ്ടും കിട്ടിയാലോ അത് വിചാരിച്ചിട്ടാണ്. കോവയ്ക്കയുടെ ഇലയും കായും ഒക്കെ ഔഷധ ഗുണമുള്ള പച്ചക്കറി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ കയറൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വേറെ കയറൊക്കെ കെട്ടിയിട്ട് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ അതാ നമ്മൾ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആളെയൊന്നും ശരിക്കും ഇങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ എനിക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഉണ്ട്, അതിൽ കായൊന്നും ഉണ്ടാവണില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തുകൊണ്ടാണ് കായ ഉണ്ടാവാത്ത, ഞാൻ ചാണകം. അപ്പോൾ ഇനി നമുക്ക് കോവയ്ക്ക് വള്ളി പടന്ന് പന്തലിച്ച് കായൊക്കെ ഉണ്ടായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കായല പൂവുണ്ടായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ നിൽക്കാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.